everyone, welcome back to my channel Shivani's Creations. ഇപ്പം എന്തിനാണോ കേട്ടെഴുന്നേറ്റ് വന്നേ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അതെ, ഞാൻ വന്നു. വെറും വരവല്ല, ഒരു കിടിലൻ കണ്ടൻ്റായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എന്താണ് കണ്ടൻറ്റ്? നമ്മൾ സാധാരണ ഒരു ആർട്ട് പെയിൻറ്റിംഗ് ഒക്കെ ആയിട്ടല്ലേ വരാറ്. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ, കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ. ഇതിലെന്താ വെറൈറ്റി എന്നല്ലേ? നമ്മുടെ ചാനലിൽ ഇതുവരെ കുക്കിംഗ് വീഡിയോ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ് ഇത്. അപ്പം നമുക്ക് തുടങ്ങാമല്ലോ. അപ്പം തുടങ്ങല്ലേ പിള്ളച്ചാ? അപ്പം നിങ്ങളും കൂടെ പോരി. ഒരു നാടൻ സ്റ്റൈൽ കക്കയിറച്ചിയാണ് ഇന്നത്തെ താരം. അതിനാദ്യം കക്കയിറച്ചി ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കണം. കാര്യം കാണുന്ന പോലെ ഒന്നല്ല കേട്ടാ, കുറച്ച് പണിയാ. എന്നാലും സാരില്ല, നമുക്കൊന്ന് കുട്ടപ്പനാക്കി എടുക്കാന്നേ. അങ്ങനെ വൃത്തിയാക്കിയ കക്കയിറച്ചീനെ അടുപ്പത്ത് കയറ്റാൻ സമയമായി. ആ കുട്ടപ്പനാക്കിയ കക്കയിറച്ചീനെ വീണ്ടും വെള്ളത്തേക്കിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് പച്ചമുളകും ഉള്ളിയും ഒക്കെ അരിഞ്ഞെടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പു പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വഴറ്റുക. നന്നായി വഴറ്റിയതിന് ശേഷം ഏകദേശം ഒരു ബ്രൗൺ കളറായി കാണും. അപ്പോൾ സവാളയും പച്ചമുളകും കറിവേപ്പില ഇടുക. എന്നിട്ട് നന്നായി ഇളക്കുക. കുറച്ച് ഉപ്പിടുക. സവാള നന്നായി വഴന്നതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. ഇനി കുറച്ചൊരു മസാല കൂടി ആവാം. കുറച്ച് മുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുക. ഇപ്പം സെറ്റ്. വെയിറ്റ് നമ്മൾ കുറച്ച് നേരം മുൻപ് വേവിച്ച് വെച്ച കക്ക അവിടെ കുറേ നേരം കാത്തിരിക്കണേ. അതൊന്ന് ഇതിലേക്ക് തട്ടാം. ആഹാ, എന്താ ചന്തം! കുറച്ചുകൂടെ ഒന്ന് ചന്തം കൂട്ടാം. ഹായ്, ഇപ്പം മഞ്ചായല്ല. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പം നമ്മുടെ നാടൻ സ്റ്റൈൽ കക്കയിറച്ചി റെഡി ആയിട്ടാ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. കിട്ടിക്കാച്ച സാധനമാണ്. ഇനി സെർവ് ചെയ്തിട്ട് കാണാം. ഹലോ ചക്കരെ, കക്കറച്ചി റെഡി. ആരാ റെഡിയാക്കിയെന്ന്? എന്താ നോക്ക്, ബാക്കിയുള്ള കഷ്ടപ്പെട്ടുണ്ടാക്കി എന്തോരം പാഴ കഴിച്ചെന്ന് അറിയാം. അത് നന്നാക്കി എടുക്കാനായിട്ട്
ഇപ്പൊ പറഞ്ഞു ചക്കര കക്കരിച്ച് റെഡി. ഇതാരാണ് അവ ഉണ്ടാക്കിയത്? മെയിൻ പണി ഞാനല്ലേ ചെയ്തേ. ആ ലാസ്റ്റ് വന്ന് തൊടുമ്പോ അന്റെയായി. അത് ശരി, ഇപ്പം എങ്ങനെ ഇരിക്കണ്? അപ്പോൾ ഇവിടുത്തെ കാര്യത്തിലൊരു തീരുമാനം. ഇനി ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനം ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ സപ്പോർട്ട് ചെയ്യണേ. ബൈ.